വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ ഒന്നാം ചോദ്യം. ഇന്നത്തെ പഠനഭാഗത്തിലെ ഒന്നാം ചോദ്യം: അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന ആരവനെ കണ്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 10 കുഷ്ഠരോഗികൾ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അനുസ്മരിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 3. വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റ കൊടുത്തു. അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 19 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കഴിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 4. ആരുടെ ഇടയിൽ നിന്നാണ് ദൈവം മോശയെ തിരഞ്ഞെടുത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാ ജനതകളുടെയും. ക്വസ്റ്റ്യൻ നമ്പർ 5. അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് എന്താണെന്ന് പ്രഭാഷകൻ 41 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കഷ്ടം. ക്വസ്റ്റ്യൻ നമ്പർ 6. പക്ഷേ ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം എന്ത് ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നശിപ്പിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 7. എഫ്രൈംകാരോട് എതിർത്ത് ഗിലെയാദുകാർ ജോർദാന്റെ കടവുകൾ എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിടിച്ചെടുത്തു. ക്വസ്റ്റ്യൻ നമ്പർ 8. പുരോഹിതൻ പറഞ്ഞു, എപ്രകാരം പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. ന്യായാധിപന്മാർ 18 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സമാധാനമായി. ക്വസ്റ്റ്യൻ നമ്പർ 9. അവൻ വന്ന് ആരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കൃഷിക്കാരെ. ക്വസ്റ്റ്യൻ നമ്പർ 10. ഞാൻ ആഴ്ചയിൽ ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 2 പ്രാവശ്യം. ക്വസ്റ്റ്യൻ നമ്പർ 11. ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഭൂതവും. ക്വസ്റ്റ്യൻ നമ്പർ 12. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും.
അവന്റെ തലയിൽ ഡാഷ് തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ ആരംഭിക്കും. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശൗരക്കത്തി. ക്വസ്റ്റ്യൻ നമ്പർ 13. അക്കാലത്ത് ഇസ്രായേലിൽ ആരില്ലായിരുന്നു? ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രാജാവ്. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇന്ന് ഈ ഭവനത്തിന് എന്ത് ലഭിച്ചിരിക്കുന്നു എന്നാണ് യേശു സക്കേവൂസിനോട് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, രക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 15. പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവർ ആരെ ഭയപ്പെട്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 16. എല്ലാ ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. രാത്രിയിൽ അവൻ എന്തിനു പുറത്തു പോയി ഒലിവ് മലയിൽ വിശ്രമിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പട്ടണത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 17. ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും ഡാഷ് വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കാണിക്ക. ക്വസ്റ്റ്യൻ നമ്പർ 18. ഉത്തമ മാർഗത്തിൽ അവൻ ചരിച്ചു, ജനത്തെ മാനസാന്തരപ്പെടുത്തി, പാപത്തിന്റെ മ്ലേച്ഛത നീക്കി കളഞ്ഞു. പ്രഭാഷകൻ 49 ആരെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജോസിയ. ക്വസ്റ്റ്യൻ നമ്പർ 19. അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ആരെ അവന്റെ അടുത്ത് അവർ കൊണ്ടുവന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശിശുക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 20. ഒരിടത്ത് 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു. ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു. അവൻ സന്താനമില്ലാതെ എന്ത് ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മരിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 21. മിക്ക പണം ആരെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് 200 വെള്ളി നാണയങ്ങൾ എടുത്തു. ന്യായാധിപന്മാർ 19 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അമ്മയെ. ക്വസ്റ്റ്യൻ നമ്പർ 22. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി ഡാഷ് എന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കടലിൽ. ക്വസ്റ്റ്യൻ നമ്പർ 23. ഫോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ലൂക്ക 24 ആര് വിളിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഈശോ. ക്വസ്റ്റ്യൻ നമ്പർ 24. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് ഡാഷ്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വെളിപ്പെടുത്തുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 25. നിന്റെ മേൽ പ്രകാശിക്കുന്നത് ആര്?
ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 26. ആരുടെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു? അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു, കെട്ടുകൾ അറ്റുവീണു. ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 27. എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക. ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് വരെ അരമുറുക്കി എന്നെ പരിചരിക്കുക. അതിനുശേഷം നിനക്ക് ഡാഷ് കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി തിന്നുകയും. ക്വസ്റ്റ്യൻ നമ്പർ 28. അവിടുന്ന് ഡാഷ് മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. പ്രഭാഷകൻ 42-ാം അധ്യായം 21-ാം വാക്യത്തിൽ നിന്ന് എഴുതുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അനാദി. ക്വസ്റ്റ്യൻ നമ്പർ 29. കാഴ്ച കാണാൻ കൂടിയിരുന്ന ആരാണ് ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചു പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജനക്കൂട്ടം. ക്വസ്റ്റ്യൻ നമ്പർ 30. രക്ഷയുടെ എന്താണ് അണിയേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ പടത്തൊപ്പി. ക്വസ്റ്റ്യൻ നമ്പർ 31. ജഫ്ത ഡാഷ് ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഗിലെയാദിലെ. ക്വസ്റ്റ്യൻ നമ്പർ 32. വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ എന്ത് ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ്? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ വിജ്ഞാനം. ക്വസ്റ്റ്യൻ നമ്പർ 33. ചുഴലിക്കാറ്റ് ആരെയാണ് വലയം ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഏലിയ. ക്വസ്റ്റ്യൻ നമ്പർ 34. പക്ഷേ കൃഷിക്കാർ അവനെ കണ്ടപ്പോൾ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് ഡാഷ്, അപ്പോൾ അവകാശം നമ്മുടേതാകും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കൊന്നുകളയാം. ക്വസ്റ്റ്യൻ നമ്പർ 35. ഡാഷ് ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്ത് ചെയ്യണം? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ശേഷിച്ചിരിക്കുന്ന. ക്വസ്റ്റ്യൻ നമ്പർ 36. ഇസ്രായേലിലെ മറ്റു ഡാഷ് ഒരു സ്ഥലം അന്നുവരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല. ന്യായാധിപന്മാർ 18 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഗോത്രങ്ങൾക്കിടയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 37. ജഫ്ത ആരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രായിമിനോട് യുദ്ധം ചെയ്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഗിലെയാദ്കാരെ. ക്വസ്റ്റ്യൻ നമ്പർ 38. ആരുടെ സന്താനങ്ങളാണ് മ്ലേച്ഛ സന്തതികൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പാപികളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 39. എന്തിന്റെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി രക്ഷയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 40. ആരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിന്റെ പേരിൽ ലജ്ജിക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സ്നേഹിതന്മാരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 41. മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു.
വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും ഡാഷ് അടുത്ത് വന്നു. ഭർത്താവായ മനോവ അവളോടുകൂടി ഉണ്ടായിരുന്നില്ല. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്ത്രീയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 42. സൃഷ്ടികൾക്കെല്ലാം ഉപരിയായിട്ടുള്ളത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ആദം. ക്വസ്റ്റ്യൻ നമ്പർ 43. അവൻ അവരുടെ മധ്യേ ഈന്തപ്പനകളാൽ വലയിതമായ ലെബനോനിലെ ഡാഷ് പോലെ ശോഭിച്ചു. പ്രഭാഷകൻ 50 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇളം ദേവദാരു. ക്വസ്റ്റ്യൻ നമ്പർ 44. അതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ എന്ത് സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവേൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവരാജ്യം. ക്വസ്റ്റ്യൻ നമ്പർ 45. നോഹ എവിടെ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പെട്ടകത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 46. മിക്കാൽ ലേവിനെ പുരോഹിതനായി അവരോധിച്ചു. അങ്ങനെ ആ യുവാവ് മിക്കായുടെ ഭവനത്തിൽ ആരായി താമസമാക്കി? ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുരോഹിതനായി. ക്വസ്റ്റ്യൻ നമ്പർ 47. ഗണ്ഡക്കാരികളുടെ ആ കാലാൾപ്പട എത്ര ലക്ഷം പേരടങ്ങിയതായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 4 ലക്ഷം. ക്വസ്റ്റ്യൻ നമ്പർ 48. മിക്ക പറഞ്ഞു, എന്നോടുകൂടി താമസിക്കുക, നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനുമായിരിക്കുക. ഞാൻ നിനക്ക് ഡാസ് തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 49. സൽകീർത്തി എത്ര സ്വർണ്ണ നിക്ഷേപത്തേക്കാൾ അക്ഷയമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 1000. ക്വസ്റ്റ്യൻ നമ്പർ 50. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് ഡാഷ് നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നീതി. ക്വസ്റ്റ്യൻ നമ്പർ 51. നല്ല പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം ലഭിക്കുന്നത് ആരിൽ നിന്നാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കർത്താവിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 52. ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവിൻ. ആരോടാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കുഞ്ഞുങ്ങളോട്. ക്വസ്റ്റ്യൻ നമ്പർ 53. യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ എപ്പോഴാണ് ദേവാലയത്തിൽ അവൻ്റെ അടുത്ത് വന്നിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അതിരാവിലെ. ക്വസ്റ്റ്യൻ നമ്പർ 54. കുറെ നാളത്തേക്ക് അവനത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഡാഷ് ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 55. കുഞ്ഞുങ്ങളെ എന്ത് പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവിൻ? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഉപദേശങ്ങൾ.
ക്വസ്റ്റ്യൻ നമ്പർ 56. ആരെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 57. യുവതിയുടെ ഡാഷ് പറഞ്ഞു, രാത്രി ഇവിടെ കഴിയുക, നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പിതാവ്. ക്വസ്റ്റ്യൻ നമ്പർ 58. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ആരായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ചു. സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടി. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദേവനായ. ക്വസ്റ്റ്യൻ നമ്പർ 59. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്, മരണത്തിലും ശാപമാണ് നിങ്ങളുടെ ഡാഷ്. പ്രഭാഷകൻ 41 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വിധി. ക്വസ്റ്റ്യൻ നമ്പർ 60. ഡാഷ് നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവനാണ് ബറാബാസ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പട്ടണത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 61. അബ്രാഹത്തിന്റെ സന്തതി വഴി ആരനുഗ്രഹിക്കപ്പെടും എന്നാണ് കർത്താവ് അവനോട് ശപഥം ചെയ്തത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജനതകൾ. ക്വസ്റ്റ്യൻ നമ്പർ 62. നീ സീനായിൽ വെച്ച് ഭീഷണികളും ഹോറേബിൽ വെച്ച് പ്രതികാരത്തിന്റെ വിധികളും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശ്രവിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 63. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും എവിടെ കഴിഞ്ഞുകൂടി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 64. കെരൂബുകളുടെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ആര് ദർശിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എസക്കിയേൽ. ക്വസ്റ്റ്യൻ നമ്പർ 65. സാംസൺ എവിടേക്ക് പോയി? അവിടെ ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടി, അവളോടുകൂടി ശയിച്ചു. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഗാസയിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 66. അഹറോന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള എന്താണ് അണിയിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കിരീടം. ക്വസ്റ്റ്യൻ നമ്പർ 67. ദുഷ്ടനായ ആർക്ക് തക്ക ശിക്ഷ കൊടുക്കുക. പ്രഭാഷകൻ 42 അധ്യായം 5 വാക്യത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദാസന്. ക്വസ്റ്റ്യൻ നമ്പർ 68. ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റ് അയച്ചു, നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് എന്ത് ചെയ്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നന്മ. ക്വസ്റ്റ്യൻ നമ്പർ 69. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു, കാരണം എന്താണ്. ലൂക്ക 18 അധ്യായം 23 വാക്യത്തിൽ പരാമർശിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവൻ വലിയ ധനികനായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 70. ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിക്കുന്നത് ഏത് സ്ഥലത്ത് ജനങ്ങളാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ലായിഷിലെ. ക്വസ്റ്റ്യൻ നമ്പർ 71. ഒരു ലേവ്യനെ ആരായി ലഭിച്ചത് കൊണ്ട് കർത്താവിനെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു. ന്യായാധിപന്മാർ
17 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ പുരോഹിതനായി. ക്വസ്റ്റ്യൻ നമ്പർ 72. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സുഖം പ്രാപിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 73. അനന്തരം അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് അവനെ ആരുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പീലാത്തോസിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 74. ഒന്ന് മറ്റൊന്നിന് പൂരകമാണ്. അവിടുത്തെ എന്ത് ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മഹത്വം. ക്വസ്റ്റ്യൻ നമ്പർ 75. എങ്കിലും ഈ വിധവയെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ അസഹ്യപ്പെടുത്തും. ക്വസ്റ്റ്യൻ നമ്പർ 76. ആരാണ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 77. ലേവ്യൻ വീട്ടിലെത്തിയ ഉടനെ അവനൊരു കത്തിയെടുത്ത് ഉപനാരിയുടെ അവയവങ്ങൾ ഛേദിച്ച് എത്ര കഷ്ണങ്ങളാക്കി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 12. ക്വസ്റ്റ്യൻ നമ്പർ 78. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങളെന്ന പോലെ ആരിൽ നിന്ന് ദുഷ്ടത വരുന്നു? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സ്ത്രീയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 79. ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാംസനെ നീ എന്ത് ചെയ്യണം? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വശീകരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 80. സാംസൺ ഡാഷ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഗോതമ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 81. പാപികളുടെ ആര് മ്ലേച്ഛ സന്തതികളാണ്? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സന്താനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 82. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെയും നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ എന്തിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്നാണ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അറിവ്. ക്വസ്റ്റ്യൻ നമ്പർ 83. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ ജീവിക്കും. വാക്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ പ്രഭാഷകൻ 42-ാം അധ്യായം 11-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 84. അവന്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ എപ്പോൾ ദേവാലയത്തിൽ അവന്റെ അടുത്ത് വന്നിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി അതിരാവിലെ. ക്വസ്റ്റ്യൻ നമ്പർ 85. ഫിലിസ്ത്യർ ചെന്ന് അവളെയും പിതാവിനെയും എന്തിരയാക്കി? ന്യായാധിപന്മാർ 15 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി അഗ്നിക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 86. അവർ അവന്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി. ആരുടെ മേൽ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യേശുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 87.
സാംസൺ തിമ്നായിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു ഫിലിസ്തീയ ആരെ കണ്ടു? ന്യായാധിപന്മാർ 14 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യുവതിയെ. ക്വസ്റ്റ്യൻ നമ്പർ 88. അവർക്ക് വേഗം ഡാഷ് നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നീതി. ക്വസ്റ്റ്യൻ നമ്പർ 89. അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന് ആരെക്കുറിച്ചാണ് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ് എന്ന് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മരണം. ക്വസ്റ്റ്യൻ നമ്പർ 90. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും എന്ത് വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ജലപ്രളയം. ക്വസ്റ്റ്യൻ നമ്പർ 91. അവർ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു. ഞാൻ അവൻ്റെ പുരോഹിതനാണ്. ആരോട് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യുവലേവ്യർ ദേശം നിരീക്ഷിക്കാൻ അയച്ച 5 പേരോട് പറഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 92. എന്നാൽ അവൻ ഡാഷ് സ്വീകരിച്ച് തിരിച്ചു വന്നു. താൻ പണം ഏൽപ്പിച്ചിരുന്ന ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചുവെന്ന് അറിയുന്നതിന് അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, രാജപദവി. ക്വസ്റ്റ്യൻ നമ്പർ 93. പുനരുത്ഥാനത്തിന്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ആരുമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവമക്കളും. ക്വസ്റ്റ്യൻ നമ്പർ 94. കർത്താവിന്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വെച്ച്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മഹനേദോനിൽ. ക്വസ്റ്റ്യൻ നമ്പർ 95. തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മരണമേ. ക്വസ്റ്റ്യൻ നമ്പർ 96. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. ലൂക്ക 24 പരാമർശിക്കുന്നത് ആരെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യർ. ക്വസ്റ്റ്യൻ നമ്പർ 97. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു. അവനോടൊപ്പം ആരും? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അപ്പസ്തോലന്മാരും. ക്വസ്റ്റ്യൻ നമ്പർ 98. നിങ്ങൾ ഈ ഡാഷ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കാണുന്നവ. ക്വസ്റ്റ്യൻ നമ്പർ 99. സമയമായപ്പോൾ എന്തിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അവൻ ഒരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മുന്തിരിപ്പഴങ്ങളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 100. ഇസ്രായേലിൽ രാജവാഴ്ചയില്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം ഡാഷ് ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദായിലെ ഒരു ബേത്ലഹേംകാരി ഉപനാരിയെ സ്വീകരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മലനാട്ടിലെ. നന്ദി. വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ
41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്.